പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ നിന്നും വിജയാരവം മുഴങ്ങിക്കേൾക്കുന്നു. കർത്താവിന്റെ വലം കൈ വിജയിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലം കൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അധികമായി കേൾക്കുന്ന ഒരു വാക്കാണ് ലഹരി, ലഹരി വേട്ട, ലഹരി മാഫിയ, ഇങ്ങനെയൊക്കെ. എന്നാൽ ദൈവത്തിന്റെ വചനം ലഹരി മുറ്റിയ വീഞ്ഞാണ്. നമുക്കറിയാം, റോമാലേഖനം 9-ാം അധ്യായം 6-ാം വചനം പറയുന്നുണ്ട്, കർത്താവിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള തിരുവചനങ്ങളിൽ വെള്ളത്തെ, പച്ച വെള്ളത്തെ, നിറമില്ലാത്ത, വീര്യമില്ലാത്ത, സുഗന്ധമില്ലാത്ത, ലഹരിയില്ലാത്ത വെറും പച്ച വെള്ളത്തെ നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞായി ദൈവം ഉയർത്തിയ ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച മഹാ അത്ഭുതം നമ്മൾ കാണുന്നുണ്ട്. അതെ, നിറമില്ലാത്ത, വീര്യമില്ലാത്ത, സുഗന്ധമില്ലാത്ത, ലഹരിയില്ലാത്ത വെറും പച്ചവെള്ളം. എന്റെ മക്കൾക്ക് പ്രാർത്ഥനയില്ലല്ലോ, ദൈവഭയം ഇല്ലല്ലോ എന്ന് കേഴുന്ന തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണിക്കൂറിൽ തലമുറകളെ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വചനത്തിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നു. നമ്മുടെ തലമുറകളെ കുറിച്ച് വലിയ പദ്ധതികളാണ് കർത്താവിനുള്ളത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 9-ാം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ പിൻതലമുറ രാജ്യങ്ങൾക്കിടയിലും അവരുടെ സന്തതി ജനതകളുടെ ഇടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് അവരെ കാണുന്നവർ പറയും. നമുക്ക് നേരിട്ട് പറയാം, നമ്മുടെ മക്കളെ കുറിച്ചുള്ള, അടുത്ത തലമുറയെ കുറിച്ചുള്ള, ദൈവം നമുക്ക് തന്ന നമ്മുടെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഉച്ചത്തില് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവരുടെ പിൻതലമുറ രാജ്യങ്ങൾക്കിടയിലും അവരുടെ സന്തതി ജനതകളുടെ ഇടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് കാണുന്നവർ പറയും. നമ്മുടെ മക്കളെ നോക്കിക്കൊണ്ടൊന്ന് പറയാവോ? കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനം. മക്കളെ, കൊച്ചുമക്കളെയൊക്കെ നോക്കി അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എന്റെ മക്കൾ. എന്റെ സിസ്റ്റർ, എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുക? കുട്ടികള് ഇപ്പോൾ കുരിശുവരയ്ക്ക് വരാൻ ഭയങ്കര മടിയാണ്. പ്രാർത്ഥനയുടെ കാര്യമേ ഒന്നും അവരോട് പറയാൻ പറ്റത്തില്ല. പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാൻ പോലും സാധിക്കില്ല. സിസ്റ്ററെ, ഞാനാകെ തകർന്നിരിക്കുന്ന, കൂരിരുട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ എന്റെ മക്കളെ കുറിച്ച് ഈ വചനം പറയാൻ എനിക്കാവില്ല. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് പറയാൻ എനിക്കാവില്ല. പ്രിയപ്പെട്ടവരെ, നിറമില്ലാത്ത, വീര്യമില്ലാത്ത, സുഗന്ധമില്ലാത്ത വെറും പച്ചവെള്ളം എപ്പോഴാണ് നുരഞ്ഞു പൊന്തുന്ന പുതു വീഞ്ഞായി മാറിയത്? എപ്പോൾ പച്ചവെള്ളം തന്റെ ഉടമസ്ഥനെ കണ്ടുവോ, എപ്പോൾ പച്ചവെള്ളം തന്റെ ഉടമസ്ഥനെ കേട്ടുവോ, എപ്പോൾ പച്ചവെള്ളം തന്റെ ഉടമസ്ഥന്റെ സ്വരം ശ്രവിച്ചുവോ, അപ്പോൾ പച്ചവെള്ളത്തിന്റെ അവസ്ഥ മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സമയം കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഉടമസ്ഥന്റെ സ്വരമാണ്. നിങ്ങളുടെ കാതുകളില് മുഴങ്ങുന്നത് ഉടമസ്ഥന്റെ സ്വരമാണ്. ഏത് പച്ചവെള്ളവും നുരഞ്ഞു പൊന്തുന്ന പുതു വീഞ്ഞാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. ഞാനിങ്ങനെ ഓർക്കുകയാണ്, തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരോട് എന്ത് പറയണം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ദിവസങ്ങളിൽ എന്റെ മനസ്സിൽ ആത്മാവിൽ ഇങ്ങനെ ഒരു പ്രേരണ വന്നപ്പോ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വെളിപ്പെടുത്തിയ ഒരു വചനമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ഗിദെയോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുക. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വചനഭാഗമാണ്. ഇസ്രായേൽ ജനം പാപം ചെയ്ത്, തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ മിദിയാൻകാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദിയാൻകാർ ഇസ്രായേൽ ജനത്തെ വളരെ അധികം പീഡിപ്പിച്ചു. അവര് വിത്ത് നടുമ്പോ, ഇസ്രായേൽക്കാർ വിത്ത് നടുമ്പോ ഇവരത് പോയി നശിപ്പിച്ചു കളയും. അവരുടെ ആടുമാടുകളെയും കാളക്കൂട്ടങ്ങളെല്ലാം നശിപ്പിച്ചു കളയുകയാണ് മിദിയാൻകാര്. ഇത് കണ്ട് വേദനിച്ച് ഇസ്രായേൽ ജനം ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിന്, മിദിയാൻകാരുടെ കരങ്ങളിൽ നിന്നും വേദനിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന് പ്രത്യേകിച്ച് ദൈവം തിരഞ്ഞെടുത്ത ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ശക്തനും ധീരനുമായ മനുഷ്യ എന്നാണ്, കർത്താവ് നിന്നോടുകൂടെ. ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഇസ്രായേൽ ജനം മിദിയാൻകാരെ പേടിച്ച് മുന്തിരിച്ചക്കിലെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ട് കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ.
ഗിദെയോൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ദുർബലമായ ഒരു വംശത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഏറ്റവും പാവമാണ്, എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ, ശക്തനും ധീരനുമായ മനുഷ്യനൊന്നും എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോ കർത്താവിന്റെ വലിയ തെരഞ്ഞെടുപ്പ് ഉള്ള ഗിദെയോനോട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ ഉണ്ട്. കർത്താവ് അവനൊരു അടയാളം കൊടുക്കുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ പേടിക്കുന്ന ആളാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ അപ്പന്റെ തൊഴുത്തിൽ 7 കാളകളുണ്ട്, 2ാമത്തെ കാളയെ നീ അവിടെ നിന്ന് അടിച്ചോണ്ട് വരണം. ഓ കർത്താവ്, നമ്മുടെ അപ്പന്റെ തൊഴുത്ത് അറിയാവുന്ന, അപ്പന്റെ കാളയുടെ എണ്ണം അറിയാവുന്ന, അപ്പന്റെ തൊഴുത്തില് കെട്ടിയിരിക്കുന്ന എത്രാമത്തെ കാളയാന്ന് അറിയാവുന്ന നമ്മുടെ ദൈവം നമ്മുടെ തലമുറകളെ അറിയാതിരിക്കുമോ? നിന്റെ അപ്പന്റെ തൊഴുത്തിൽ ചെന്നിട്ട് നീ 7 കാളകൾ 2ാമത് കെട്ടിയിരിക്കുന്ന കാളയെ അഴിച്ചോണ്ട് വന്ന് ബലിയർപ്പിക്കുകയാണ് കർത്താവ് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശ്രദ്ധ നമ്മുടെ തൊഴുത്തിനെ കുറിച്ച്, നമ്മുടെ കാളയെ കുറിച്ച് ഒന്നും അല്ല, കർത്താവ് തന്ന നമ്മുടെ തലമുറകളെ കുറിച്ചാണ് കർത്താവിന്റെ ശ്രദ്ധ. ഓ, എന്റെ മകൻ ഇങ്ങനെ ദുർനടപ്പ് നടക്കുന്നത് കാണുന്നില്ലല്ലോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ കണ്ണുനീർ വിഷയത്തില് എന്റെ ദൈവം ഇടപെടുന്നില്ലല്ലോ എന്ന് ഏതെങ്കിലും മാതാവോ പിതാവോ വേദനിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മിദ്യാൻകാരെ പേടിച്ച് വിറച്ച് വിട്ടിലുകളെ പോലെ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ കർത്താവ് ഏറ്റവും താഴ്ന്ന വംശത്തിൽ നിന്നും, ഏറ്റവും ചെറിയ വംശത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഗിദെയോനോട് ഇപ്രകാരം നിന്റെ അപ്പന്റെ തൊഴുത്തിലെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ, നമ്മുടെ വീട്ടിലെ കാര്യം കർത്താവ് അറിയാതിരിക്കുവോ? പ്രിയപ്പെട്ടവരെ, ദൈവം അറിയുന്ന ഒരു തലമുറയാണ് നാം, ദൈവം അറിയുന്ന ഒരു വംശമാണ് നാം, ദൈവം അറിയുന്ന ഒരു വീടാണ് നമ്മുടെ വീട്. നമ്മുടെ വീടിനെ കുറിച്ചും തലമുറയെ കുറിച്ചുമാണ് ദൈവത്തിന്റെ ശ്രദ്ധ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന 41-ാം അധ്യായം 13-ാം വചനം പ്രകാരമാണ്. കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈയിൽ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിദ്യാൻകാരുടെ പാളയത്തിൽ നിന്നും രക്ഷിച്ച, ശത്രുതയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഗിദെയോനോട് ദൈവം കാണിച്ച കരുണ എത്ര വലുതാണെന്ന്. ഗിദെയോൻ എന്തു പറഞ്ഞുവോ അത് ദൈവം സാധിച്ചു കൊടുക്കുകയാണ്. അവസാനം വീണ്ടും തന്റെ ശക്തി ചോർന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കി ഗിദെയോൻ വീണ്ടും ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോ ദൈവം പറഞ്ഞു, നീ രാത്രിയിൽ മിദ്യാൻകാരുടെ പാളയത്തിലേക്ക് ചെല്ലണം. നീ അവിടെ ചെല്ലുമ്പോൾ മറ്റൊരാളോട് നിന്റെ ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരാള് മറ്റൊരാളോട് തങ്ങളുടെ സ്വപ്നം ഇങ്ങനെ വിവരിക്കുന്നത് നീ കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജിയില് നാളെ രാത്രിയിൽ പറയുന്ന ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉപാധികളും ഇല്ല എന്ന് നമുക്കറിയാം. നാളെ രാത്രി ഒരു വ്യക്തിയുടെ വായിൽ നിന്നും പുറപ്പെടുന്നത് എന്താണെന്ന്, ആ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നൊരു ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മഹോന്നതനായ ദൈവമാണ്. നമ്മുടെ തലമുറകളെ നേടിയെടുക്കുവാൻ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. കർത്താവിനോട് ഗിദെയോന്റെ അപ്പന്റെ തൊഴുത്തിനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട. തൊഴുത്തി കെട്ടിയിരിക്കുന്ന കാളയെ കുറിച്ചും അത് എത്രാമതാണ് കെട്ടിയിരിക്കുന്നതെന്നും അതിന്റെ വയസ്സ് എത്രയാണെന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇത്രയും നാളായിട്ട് എന്റെ മക്കളുടെ വിവാഹത്തിൽ കർത്താവെ 30 വയസ്സ് കഴിഞ്ഞിട്ടും എന്തേ എന്റെ ദൈവം ഇടപെടാത്ത? ദൈവം ഇതൊന്നും കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം കാണുന്നുണ്ട്. സുബോധത്തോടെ ധൂർത്തപുത്രൻ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരികെ നടക്കുവാൻ തയ്യാറായപ്പോഴാണ് അവന് നല്ല മോതിരവും മെതിയടിയും നല്ല വെള്ള വസ്ത്രവും എല്ലാം ലഭിച്ചതെങ്കില്, പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരികെ നടക്കാൻ ഒരു സുബോധമുള്ളവരാക്കി നമ്മളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമേ തന്നെ അവനൊരു മോതിരം കൂടെ, അവന് കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമാണെന്നറിഞ്ഞ് പിതാവ് അവനെ കണ്ടുപിടിച്ച് അവനൊരു സ്വർണ്ണ മോതിരം കൊടുത്തിരുന്നെങ്കിൽ അവനത് പണയം വെച്ച് അവൻ കഞ്ഞി കുടിച്ചേനേലെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ സുബോധത്തോടെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഞാൻ തിരികെ നടക്കുമെന്ന വലിയ ചങ്കൂറ്റത്തോടു കൂടെ അവൻ എന്റെ അപ്പന്റെ അടുത്ത് പോയി എന്റെ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ്, എനിക്ക് സംഭവിച്ചതെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ്, അപ്പാ, സ്വർഗത്തിനെതിരെ അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തണം എന്നൊക്കെ ഓർത്ത് ഇതാ സുബോധത്തോടു കൂടെ ആ പന്നിക്കൂട്ടിൽ നിന്നും ധൂർത്തപുത്രൻ തിരിച്ചു നടന്നപ്പോൾ ഇതാ പിതാവ് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട് ഓടിച്ചെന്ന്
അവൻ കുമ്പസാരിക്കുവാൻ വേണ്ടി തുറന്ന ചുണ്ടുകൾ ചുംബനം കൊണ്ട് അപ്പൻ അടയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സുബോധത്തിന്റെ ദിനമായി ഈ ദിനത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുബോധത്തോടെ നമുക്ക് ദൈവപക്കലേക്ക് നമുക്ക് തിരികെ നടക്കാം. ഇതാ ഗിദെയോന്റെ വീട്ടില്, ഗിദെയോന്റെ ജീവിതത്തിൽ, ഗിദെയോന്റെ അവസ്ഥകളിൽ, ഗിദെയോന്റെ അപ്പന്റെ വീട്ടിൽ ഇടപെട്ട ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി എന്തുമാത്രം ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന് നമ്മൾ വായിക്കുന്നു. എല്ലാവർക്കും കരങ്ങളൊന്ന് യാചനാപൂർവ്വം നിവർത്തി പിടിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ വൃക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും പാപത്തിലും ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവഭയമില്ലാതെ നഷ്ടപ്പെട്ടവരായി തീരുന്നുണ്ടെങ്കിൽ ഈ സമയം കർത്താവെ സുബോധത്തോടെ തിരികെ നടക്കുവാൻ എന്റെ മക്കൾക്ക് ഒരു പ്രേരണ തരണമേ എന്ന് നമുക്ക് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഗിദെയോനെ അനുഗ്രഹിച്ചുയർത്തിയ ദൈവം നമ്മുടെ കുടുംബത്തിലെ മക്കളെയും അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പിൻതലമുറ രാജ്യങ്ങൾക്കിടയിലും അവരുടെ സന്തതി ജനതകളുടെ ഇടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് അവരെ കാണുന്നവർ പറയും. ഈ വചനം നമുക്കൊന്ന് ഹൃദ്യസ്ഥമാക്കി തലമുറകൾക്ക് വേണ്ടി ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഠത്തിന്റെ അടുത്ത് ഉള്ള ഒരു ഇടവകയിൽ നിന്നും എനിക്ക് ഒരു ദിവസം ഒരു ഫോൺ കോൾ കിട്ടി. ഇപ്രകാരമാണ്. അവിടെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലാണ്, തകർന്നിരിക്കുകയാണ്, ഏത് കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല, ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ ഫോൺ നമ്പർ ഒന്ന് തരണം. കാരണം മറ്റാരോടെങ്കിലും ചോദിച്ചാൽ ഈ ന്യൂസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് സിസ്റ്റർ, വലിയ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ മകൻ ഇന്നലെ രാത്രി വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ മകൻ, 12ാം ക്ലാസ്സുകാരനായ മകൻ അമ്മയോട് വന്നിട്ട് പറയുന്നു, അമ്മേ, എനിക്ക് 2 ഗ്ലാസ് നിറച്ച് വെള്ളം തരണം. കാരണം ചില്ല് ഗ്ലാസ്സിൽ വേണം ഈ വെള്ളം തരാൻ. ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. വീഡിയോയുടെ സാരം ഇങ്ങനെയാണ്: കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ 2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് എങ്ങനെ സാധിക്കും? അമ്മേ, എനിക്ക് 10 നന്മ നിറഞ്ഞ മറിയും പോലും കുരിശ് വരയ്ക്കുമ്പോ ശരിയായിട്ട് കോൺസെൻട്രേഷനോട് എണ്ണി പൂർത്തിയാക്കാൻ പോലും പറ്റുന്നില്ലല്ലോ അമ്മേ. എനിക്ക് 2 ഗ്ലാസ് വെള്ളം തരാവോ? ഞാൻ കോൺസെൻട്രേഷൻ ഇന്ന് മുതൽ നല്ല രീതിയിൽ കോൺസെൻട്രേഷനോട് എനിക്ക് പഠിക്കാം, +2 ഫുൾ A+ വാങ്ങിക്കാം, അങ്ങനെ എന്റെ ലൈഫ് കുറച്ചിങ്ങനെ നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. സിസ്റ്റർ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ഗ്ലാസ് ഒന്നുകൂടെ കഴുകി 2 ഗ്ലാസ് വെള്ളം എന്റെ കൊച്ചിന് കൊടുത്തു. 2 മണിയായപ്പോൾ 2 ഗ്ലാസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കൊച്ചിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. 2 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു. അപ്പൻ ജോലിക്ക് പോയി തിരിച്ചു വന്നു. മകന്റെ മുട്ടി എണിക്കുന്നില്ല. അത്താഴം കഴിക്കാൻ കൊച്ചു വരുന്നില്ല. ഞങ്ങളാകെ ഭയപ്പെട്ടു പോയി. ഞങ്ങൾ ജനലക്കരക്കര കയറി നോക്കിയപ്പോൾ അവൻ ആ ഗ്ലാസ്സിനകത്ത് വെള്ളമൊന്നുമില്ല. അവൻ ആ മേച്ചയുടെ അടുത്ത് അവനോട് ഇരിക്കുന്നുണ്ട്. സുബോധം ഇല്ലാത്തവനെ പോലെ അവനോട് ഇരിക്കുന്നു. ഞങ്ങൾ മുട്ടി നോക്കി, തൊഴിച്ചു നോക്കി, വാതിലെ മുഴുവൻ ഇടിച്ചു നോക്കി. കൊച്ചു വാതില് തുറക്കുന്നില്ല. വളരെയധികം ഭയപ്പെട്ടു പോയി. ഒത്തിരി ഉറക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽവക്കംകാര് കേൾക്കും. ഒത്തിരി ഉറക്കം മുട്ടിയാൽ അയൽവക്കംകാർ ഓടി വരും. ആരോട് വിളിച്ചു പറയാൻ? എടാന്ന് വിളിച്ച് ഞങ്ങൾ കേണ് പറഞ്ഞിട്ട് കൊച്ചു വാതിൽ തുറക്കുന്നില്ല. അപ്പന്റെ ക്ഷമ നശിച്ചു. അപ്പനൊരു മഴ എടുത്തോണ്ട് വന്ന് ഒരൊറ്റ വാതിലിന് പൊളിച്ചു. മഴ കൊണ്ട് അപ്പൻ വാതിൽ പൊളിച്ചപ്പോൾ ഇവരിങ്ങനെ ക്രുദ്ധനായി 2 കൈയും കെട്ടി എണീറ്റ് വന്നു. ഇവൻ നേരെ എന്റെ മോനെ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെന്നപ്പോഴേക്ക് എന്നെ തട്ടി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് ആ അടുപ്പുകല്ലിന്റെ അടുപ്പും തറയുടെ അടിയിൽ നിന്നും അവൻ ഒരു മടക്കല എടുത്തു. ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു കുരിശുരൂപം ആദ്യമേ അവൻ അടിച്ചങ്ങ് തകർത്തു. മാതാവിന്റെ ഒരു ചെറിയ രൂപം മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു, അതും അവൻ അടിച്ചു തകർത്തു. അടുത്തതായിട്ട് എന്റെ താലിമാല കയറി അവൻ അങ്ങ് പിടിച്ചു. എന്റെ ഭർത്താവ് ഒരൊറ്റ വെട്ടുവെച്ചു കൊടുത്തു അവന്റെ കൈക്കിട്ട്. വീണ്ടും അവൻ വീട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തൂക്കിയിട്ടിരിക്കുന്ന പടങ്ങളുണ്ട്. ആ പടങ്ങളെല്ലാം അവൻ പിച്ച് ചീന്തി അവനിങ്ങനെ ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. പേടിച്ച് വിറച്ചവിടെ നിൽക്കാന്നുള്ളതല്ലാതെ അവന്റെ 2 കൊടുക്കാൻ അവന്റെ കണ്ണിലേക്ക് നോക്കിയ പേടിയാകും. സിസ്റ്റർ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, തകർന്നു പോയി. ഞാൻ അവിടെ കുത്തിയിരുന്നു. എനിക്കറിയില്ല. ഞാൻ 2 മണി തൊട്ട് പിടിക്കുന്ന ആദി രാത്രി ആയപ്പോഴേക്കും 9:30-10 മണി ആയപ്പോഴേക്കും ആദി വർദ്ധിച്ചു. ആരോട് വിളിച്ചു പറയാൻ? ഈ രാത്രിയിൽ ആരോട് പറഞ്ഞാലും വലിയ വാർത്തയായി ചാനലുകാർ പോലും വരും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഞാൻ വേറെ ആരോട് പറയാൻ മുതിർന്നില്ല. രാത്രിയില് മഴ കൊണ്ട് പൊളിച്ചിട്ട ആ വാതിലിന്റെ അവിടെ ഞാനും എന്റെ ഭർത്താവും അവന്റെ കാൽക്കലും അവന്റെ തലക്കലും വന്നിരുന്നു. എല്ലാ രൂപങ്ങളും അസ്തമിച്ച് കൂരിരുട്ട് പരന്നിരിക്കുന്ന ആ രാത്രിയില്
എല്ലാ ലൈറ്റുകളും ഓഫാക്കി കണ്ണുനീരോടെ എൻ്റെ ഭർത്താവിന്റെ ഏകലടി എനിക്കും എൻ്റെ ഏകലടി ഭർത്താവിനും കേൾക്കാം. അവൻ അവിടെ കിടന്നു. ഞങ്ങൾ അവന്റെ കാൽക്കലും തലക്കലുമായിട്ട് ഇങ്ങനെ കണ്ണുനീരോടെ ഇരിക്കുകയാണ്. സിസ്റ്റർ, നിങ്ങൾ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ 7:30 എനിക്കറിയാം. രാവിലെ തൊട്ട് ഞാൻ വിളിക്കുന്നതാ, സിസ്റ്റർ ഒന്ന് പറയുമോ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെ പോകണം, ആരും ഇത് അറിയാനും പാടില്ല. ഇത് എൻ്റെ 17 വയസ്സുള്ള എൻ്റെ കൊച്ചിന്റെ അവസ്ഥ. അവൻ പ്രാർത്ഥിക്കില്ലെങ്കിലും കുറച്ചൊക്കെ അവൻ ഞങ്ങൾ വിളിച്ചാലൊക്കെ വരുമായിരുന്നു. സിസ്റ്റർ, ദയവ് ചെയ്ത് എവിടെ കൊണ്ടുപോകണമെന്ന് ഒരു 10 മിനിറ്റ് എന്നോടൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യുക, തീ പിടിപ്പിക്കാത്ത ആ വീട്ടില്. ചേച്ചി പറഞ്ഞു, സിസ്റ്റർ എത്ര സമയം വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി, എൻ്റെ കൊച്ചിനെ കൊണ്ടാകാത്ത സിസ്റ്ററെ ഏതെങ്കിലും ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ച ഞങ്ങൾ മാനസാന്തരപ്പെട്ട് ഞങ്ങൾ കമിഴ്ന്ന് വീണ് മുഴങ്കാലിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഏതെങ്കിലും ഒരു വചനം പറഞ്ഞു തന്ന് ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് വിടുവിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രുദ്ധനായി രാത്രിയിൽ കിടന്നുറങ്ങിയ ആ മകൻ നേരം വെളുത്ത് 8 മണിയായിട്ട് അവൻ എണീറ്റിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവവചനം ആരാഞ്ഞ് ദൈവത്തിരുമുമ്പിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ മകന് വേണ്ടി എനിക്ക് ഒരു വചനം പറഞ്ഞു തന്നു. കിട്ടിയ വചനം ഇതായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1-ാം വചനം. ഇവന് വേണ്ടി കിട്ടിയ വചനമാണ് യെശയ്യാ 27:1. നമുക്ക് എല്ലാവർക്കും 2 കരം ഉയർത്തി ആ വചനം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാദാനെ, പുളഞ്ഞു പായുന്ന ലെവിയാദാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട്. എന്താണ് ഖഡ്ഗം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാലോ, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വചനം, കർത്താവിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം. അന്ന് കർത്താവ് തന്റെ വലുതും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലെ. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട്, ഖഡ്ഗം എന്ന് വെച്ചാല് വാള്, കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാദാനെ. ആരാണ് ലെവിയാദാൻ? ലെവിയാദാനെ, പുളഞ്ഞു പായുന്ന ലെവിയാദാനെ. അടുക്കളയുടെ അടുപ്പുകല്ലിന്റെ അടിയിൽ നിന്നും മടക്കലെടുത്തോണ്ട് വന്ന് പുളഞ്ഞ് ഓരോ മുറികളിലും കയറി ഇറങ്ങി അമ്മയുടെ താലിമാലയിൽ പോലും പിടിച്ചു വലിക്കാൻ തക്കവിധം പുളഞ്ഞു പായുന്ന ലെവിയാദാനെ അവിടുന്ന് ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൽ കിടക്കുന്ന വ്യാളം പിശാചിന് പറയുന്ന പേരാണ് എന്ത്? ലെവിയാദാൻ. നമുക്കറിയാം, ഈ കാലഘട്ടത്തില് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പുളഞ്ഞു പായുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടാകുന്നുണ്ട്. ഈ കൊച്ചു ആവശ്യപ്പെട്ടത് എന്താണ്? 2 ഗ്ലാസ് വെള്ളം. ഇവര് വീണ്ടും സെർച്ച് ചെയ്തപ്പോ ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി, ഈ 2 ഗ്ലാസ് വെള്ളം എന്താണ്? അല്ല, വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2O, വാട്ടർ. അപ്പോ ഇതിലേക്ക് ചില മന്ത്രതന്ത്രങ്ങളൊക്കെ ഉരുവിട്ടാൽ, ഇതിലേക്ക് ചില പൈശാചിക ശക്തിയെ ഇതിലേക്ക് ആവസിപ്പിച്ചാൽ ഈ വെള്ളത്തിന്റെ അവസ്ഥ മാറും. പുളഞ്ഞു 2 ഗ്ലാസ് വെള്ളം. എന്താണ് യൂട്യൂബുകാരൻ പറഞ്ഞിരിക്കുക? കൊച്ചിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ. ഏത് കുട്ടി എടുത്ത് കാണും അല്ലെ? കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള മെത്തേഡ് 2 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ചേച്ചിയോട് പറഞ്ഞു, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27:1 വചനം എടുത്ത് ജപമാല ഉയർത്തിപ്പിടിച്ച് ഓരോ നന്മ നിറഞ്ഞ മറിയത്തിന് മുൻപും ഈ വചനം ഏറ്റുചൊല്ലി ആ മുറിയിൽ ആ കൊച്ചു കേൾക്കാൻ പാകത്തിന് ചെല്ലി ഉറക്ക 2 പേരും കൂടെ ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ജപമാല കഴിയുമ്പോൾ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. സിസ്റ്ററെ, ഞങ്ങൾ വേറെ എങ്ങും പോകണ്ടേ? ഞാൻ പറഞ്ഞു, വേണ്ട, ഈ ജപമാല ചെല്ലിയിട്ട് എവിടെയെങ്കിലും പോണോ വേണ്ടിയോ എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇവര് ആ മുറിയിൽ ഇരുന്ന് ഈ വചനം ചൊല്ലി ജപമാല ചെല്ലാൻ ആരംഭിച്ചു. കൊച്ചു അവിടെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ അവൻ കട്ടിലേക്ക് കിടക്കുന്നു. തലക്കലും കാൽക്കലും ഇരുന്ന് അപ്പനും അമ്മയും കൂടെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മുൻപും അവർ ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാദാനെ, പുളഞ്ഞു പായുന്ന ലെവിയാദാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. 4ാമത്തെ രഹസ്യം ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു 10-40-ലധികം പ്രാവശ്യം മാതാപിതാക്കന്മാര് അവിടെ ഇരുന്ന് ഇവൻ കേൾക്കാൻ പാകത്തിന് ഉച്ചത്തില് ആ അന്തരീക്ഷം പോലും മാറി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന അന്തരീക്ഷം മാറും. ആ വായുമണ്ഡലത്തിൽ ദൈവാത്മാവിന്റെ ശക്തി കടന്നു വരും. ഏത് വ്യക്തി ഈ കാഹളധ്വനി ഒരു മുറിയിൽ ഉയർത്തുന്നുവോ അവിടെ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങൾ, ദുരദുഷ്ടങ്ങൾ വിട്ട് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 4ാമത്തെ രഹസ്യം ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ കട്ടിൽ നിന്നും ചാടി എണീറ്റു.
പിന്നെ ഓടി വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ചോദിച്ചു, അമ്മേ കുത്തിയിരുന്നു എന്നാ പറഞ്ഞു, നിലത്ത് കാലില് കുത്തിയിരുന്നു എന്നാ പറഞ്ഞത്. കുത്തിയിരുന്നിട്ട് ചോദിച്ചു, അമ്മേ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ലേ അമ്മേ? നമ്മുടെ മുറിയുടെ വാതിൽ എന്തി അമ്മേ? ഇന്നലെ ഞാൻ വല്ലതും ചെയ്തോ അമ്മേ? എന്റെ മോനേന്ന് പറഞ്ഞ് ഞാനും എന്റെ ഭർത്താവിനും അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൻ ചോദിച്ചു, എന്നെ പറ്റിയായിരുന്നു എന്റെ കുഞ്ഞിന് ഇന്നലെ എന്നെ പറ്റി മോൻ? ഇന്നലെ 2 മണിക്ക് മമ്മി വെള്ളം തന്ന് വിട്ടതല്ലേ, എന്നിട്ട് കൊച്ചെന്നതാ ഇന്നലെ കണ്ടത്? മമ്മി 7 കാര്യങ്ങൾ ആ യൂട്യൂബിൽ ഉണ്ടായിരുന്നു കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. ആ വെള്ളത്തിൽ എഴുതിയിട്ട് ഓരോ 2-3 കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു സെന്റൻസ് എഴുതിയിട്ട് ആ വെള്ളം ഒരാൾക്ക് കുടിക്കണം, വീണ്ടും എഴുതിയിട്ട് കുടിക്കണം, വീണ്ടും കുടിക്കണം, വീണ്ടും അത് എന്റെ മുഖത്ത് പുരട്ടണം, പിന്നെ അത് ശരീരത്തിൽ പുരട്ടണം. അങ്ങനെ കുറെ 7 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. മമ്മി 7 കാര്യങ്ങൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ അവസ്ഥകൾ, എന്റെ ചിന്ത മാറി, എന്റെ മനസ്സ് മാറി, എന്റെ ഹൃദയത്തിലെ സ്നേഹം നശിച്ചു. എനിക്ക് എന്തോ ഒരു പ്രതികാര ചിന്ത പോലെ, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അത് ചെയ്തതെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലമ്മേ. എന്റെ അമ്മയെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എന്നിട്ട് ഇന്നലെ ഏതാണ്ടൊക്കെ ഇവിടെ കുരിശുരൂപം എന്റെ അമ്മേ നമ്മുടെ വീട്ടിലെ. പ്രിയപ്പെട്ടവരെ, അവർ 3 പേരും കൂടെ ഈശോയുടെ അടുത്ത് ഈശോയുടെ നാമത്തിൽ അവര് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് അവര് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് അവരോട് വന്നു. പ്രിയപ്പെട്ടവരെ, ആ മകന്റെ മുഖത്തേക്ക് നോക്കി അവരെ വ്യക്തിപരമായിട്ട് ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചപ്പോ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം, വിഷലിപ്തമായ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ കാണുന്ന വീഡിയോകൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത്രമാത്രം കലുഷിതമാണ് ഈ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വീഡിയോകളുടെ അതിന്റെ സത്ത്. നമ്മൾ അതിന്റെ ഹെഡ്ലൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആകർഷണം തോന്നും. ഏത് വ്യക്തിയും കണ്ടുപോകും. കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ പഠിക്കുന്ന മക്കൾക്കുള്ള വീഡിയോസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മുടെ മക്കളെ നമ്മളായിട്ട് നമ്മുടെ മക്കളെ ഒരു തിന്മയിലേക്ക് കടത്തിവിടരുത്. നമ്മുടെ മക്കൾ തലമുറകളുടെ ഇടയിൽ, അവരുടെ പിൻതലമുറ രാജ്യങ്ങൾക്കിടയിലും അവരുടെ സന്തതി ജനതകളുടെ ഇടയിലും അറിയപ്പെടും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് അവരെ കാണുന്നവർ പറയേണ്ടവരാണ് നമ്മുടെ മക്കള് കാണുന്ന വീഡിയോസും നമ്മുടെ മക്കൾ കാണുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു മുൻകരുതൽ ഉണ്ടായിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈ കാലഘട്ടത്തിൽ ലബിയാതന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 74-ാം അധ്യായം 14-ാം വചനം പറയുന്നുണ്ട്, ലബിയാതാന്റെ തലകൾ അവിടുന്ന് തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു. ലെവിയാഥാന്റെ തലകൾ കർത്താവ് തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ വന്ന് മക്കളില് തലമുറയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഈ വചനം ഒരു സാക്ഷ്യവചനമായിട്ട് എടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27:1 അത് വെച്ചൊരു ജപമാല അങ്ങോട്ട് ചെല്ല്, ഉറക്ക ചെല്ല്. ഈ കാഹളധ്വനി മുഴങ്ങുന്ന കുടുംബത്തിലെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. മക്കളുടെ മേശപ്പുറത്ത് ഈ വചനമൊക്കെ അങ്ങ് എഴുതി വെക്ക്. നമുക്ക് നമ്മുടെ മക്കളെ പിടിച്ചാൽ കിട്ടത്തില്ലായിരിക്കാം, പക്ഷേ മക്കളുടെ ആത്മാവിനെ കാക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ ദൈവം കരുണ ചൊരിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം വചനം പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും അവരുടെയോ നിന്റെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. നിന്റെ മേലുള്ള എന്റെ വചനവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനം ഇനി ഒരിക്കലും നിന്റെയോ നിന്റെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി വലിയ സമ്പാദ്യങ്ങളൊക്കെ ശേഖരിക്കുവാൻ നമ്മൾ എന്നും പരിശ്രമിക്കുന്നു. തലമുറകൾക്ക് ഈശോയെ കൊടുക്കുക, ഈശോ തലമുറകളെ നേടിയെടുത്തുകൊള്ളും. മക്കളുടെ കാര്യത്തിൽ ജാഗരൂകതയോടുകൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഈ വിഷലിപ്തമായ കാലഘട്ടത്തിൽ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസ വീക്ഷണത്തോട് നമ്മുടെ മക്കളെ കാലയാപനം ചെയ്യുവാൻ നമ്മുടെ വിരിച്ച കരങ്ങളും നമ്മുടെ മുട്ടിലെ തഴമ്പും നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറ ഒരിക്കലും ദൈവത്തിൽ നിന്നും അകന്നു പോവുകയില്ല. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്തതികളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. ഹല്ലേലൂയ.
നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവഹിതപ്രകാരം മക്കളെ വളർത്തുന്ന മാതാപിതാക്കന്മാരായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ മക്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കയറി പലതരത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അപ്പാ, പച്ചവെള്ളം പോലെ നിറമില്ലാത്ത, വീര്യമില്ലാത്ത, സുഗന്ധമില്ലാത്ത ഒരു കുട്ടിക്കാലമാണ് അവർക്കുള്ളത്. അപ്പാ ഈശോയെ, നിറമില്ലാത്ത, സുഗന്ധമില്ലാത്ത, വീര്യമില്ലാത്ത പച്ചവെള്ളം ഉടമസ്ഥന്റെ സ്വരം കേട്ടപ്പോൾ നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞായി തീർന്ന് ഒരു കാലഘട്ടത്തിന് മുഴുവൻ അഭിഷേകം പകർന്നുവെങ്കിൽ ഇതാ ഞങ്ങളുടെ കുടുംബത്തിലെ തീർന്നു പോയ എല്ലാ വീഞ്ഞും അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഇരട്ടി പങ്കുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഓ പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ തലമുറകളെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.